നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഭക്തിയുടെയും ചരിത്രത്തിന്റെയും അത്ഭുതങ്ങളുടെയും സംഗമഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് പിന്നിൽ അനേകം ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് വിഷ്ണു ഭക്തനായ ദിവാകര മുനി ഒരിക്കൽ കാട്ടിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ബാലൻ മറ്റാരുമല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു. ബാലന്റെ ചില കളികളിൽ ദേഷ്യം വന്ന മുനി അവനെ ശാസിച്ചപ്പോൾ ബാലൻ അപ്രത്യക്ഷനായി. പിന്നീട് അനന്തങ്കാട് എന്ന സ്ഥലത്ത് തന്നെ കണ്ടെത്താമെന്ന് ബാലൻ പറഞ്ഞതായി കഥ പറയുന്നു. ഇവിടെ എത്തിയ ദിവാകര മുനിക്ക് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം ദർശനം ലഭിച്ചു. അതേ സ്ഥലത്താണ് പിന്നീട് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ പത്മനാഭസ്വാമി അനന്തൻ എന്ന മഹാസർപ്പത്തിന്റെ മേൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്നുയരുന്ന താമരയിൽ ബ്രഹ്മാവും സമീപത്ത് ലക്ഷ്മി ദേവിയും ഭൂദേവിയും പ്രതിഷ്ഠിതരായി കാണപ്പെടുന്നു. പത്മനാഭൻ എന്ന പേര് തന്നെ നാഭിയിൽ താമരയുള്ളവൻ എന്ന അർത്ഥം നൽകുന്നു. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം മുഴുവൻ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. അതിനുശേഷം രാജാവ് സ്വയം പത്മനാഭ ദാസൻ എന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യം ഭഗവാന്റേതും താൻ വെറും സേവകനുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. എന്നാൽ ഈ ക്ഷേത്രത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ചത് അതിന്റെ നിധിശേഖരങ്ങളാണ്. 2011 ക്ഷേത്രത്തിനടിയിലെ ചില നിലവറകൾ തുറന്നപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, രത്നങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, പുരാതന നിക്ഷേപങ്ങൾ എന്നിവ കണ്ടെത്തി. ഇതിന്റെ മൂല്യം കോടിക്കണക്കിന് ഡോളറുകളായി കണക്കാക്കപ്പെട്ടു. ഇവയിൽ ഏറ്റവും കൂടുതൽ കൗതുകമുണർന്നത് വോൾട്ട് ബി അഥവാ കല്ലറ ബി എന്ന നിലവറയാണ്. ഈ നിലവറ ഇന്നും തുറന്നിട്ടില്ല. സർപ്പചിഹ്നങ്ങൾ കൊത്തിയിട്ടിരിക്കുന്ന ഈ വാതിലിനെ കുറിച്ച് അനേകം കഥകൾ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേക മന്ത്രശക്തികളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് ബലമായി തുറക്കുന്നത് ദുരന്തങ്ങൾക്കിടയാക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ലെന്നും ഇത് പ്രധാനമായും വിശ്വാസങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഇന്നും ലക്ഷക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ അനുഗ്രഹം തേടുന്നു. വിശ്വാസവും ചരിത്രവും രഹസ്യങ്ങളും ഒന്നിച്ചു ചേരുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിന്റെ അഭിമാനമാണ്. ഇതായിരുന്നു ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അത്ഭുതങ്ങളും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.